നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം. ഓ പോസിറ്റീവ് അല്ലേ? ആ ശരി ശരി, ഞാനിപ്പോൾ വിളിച്ചിട്ട് തിരിച്ച് വിളിക്കാമേ. ഒരാൾ എങ്ങനെ നല്ലൊരു മനുഷ്യനാകണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സതീഷ് ചേട്ടൻ. നല്ല ഭക്ഷണം വിളമ്പുന്നു, അതോടൊപ്പം തന്നെ നാടൊട്ടുക്കെ സ്നേഹവും വിളമ്പുന്നു. അങ്ങനെയുള്ള സതീഷേട്ടൻ്റെ കടയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വിട്ടേക്കാം, ബാ. ഓ പിന്നെ ഒരു RCCയിൽ അർജൻറ്റ് സതീഷ്, ഒരു നിവർത്തിയില്ല. 2 പിള്ളേരെ ഓ പോസിറ്റീവ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ രക്തദാനം മഹാദാനം. അതോടൊപ്പം തന്നെ സതീഷേട്ടൻ്റെ ഫീൽഡ് പാചകം ഒരു വഴിക്ക് പോകുന്നു, മറ്റൊരു വഴിക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ശ്രദ്ധ മൊത്തം. ഫോണിലാണോ? ഇല്ല, എടുക്കണില്ല. നമ്മളെ എങ്ങനെ ഈ ഹോട്ടൽ ഫീൽഡിൽ എത്തിപ്പെട്ടു? ഹോട്ടൽ ഫീൽഡിൽ എത്തിയത് ഞാൻ ഒരു ഇൻറ്റീരിയറിൻ്റെ കോൺട്രാക്ടർ ആയിരുന്നു. അപ്പോൾ പണി ചെയ്തിരുന്ന കമ്പനി പെട്ടെന്ന് പൂട്ടിപ്പോണ അവസ്ഥ വന്നപ്പോൾ ഇതൊരു സുഹൃത്ത് നടത്തിക്കൊണ്ടിരുന്നതാണ്. വേറെ മാർഗ്ഗങ്ങളില്ലാതായപ്പം പുള്ളി എനിക്ക് മാറി തന്നതാണ്. ഇതിപ്പോൾ എത്ര ഒരു കൊല്ലം? ഇതിപ്പോൾ ഒരു 2.5 വർഷമായി. 2.5 വർഷമായി. ഈ സെയിം ഐറ്റം തന്നെ, ചിക്കൻ പെരട്ട്, ബീഫ് തോരൻ, പുട്ട്, ബറോട്ട, കപ്പ, ചപ്പാത്തി, ദോശ. ഇത് പെരട്ട് നാടൻ കോഴി, നാടൻ കോഴി പെരട്ടും വെള്ള ചിക്കൻ്റെ കറിയും ബീഫ് തോരനും. അപ്പൊ രാവിലെ എപ്പോൾ ഓപ്പൺ ആവും? കൊടുക്കാൻ തുടങ്ങുന്നത് ഒരു 9:30, 9:45 ആകുമ്പോൾ കൊടുത്തു തുടങ്ങും. രാത്രി 9:30 വരെയാണ് സമയം. ഇത് ഏകദേശം എത്ര വരും കിലോ? 15 കിലോയ്ക്ക് അടുപ്പിച്ചു വരും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അടുത്ത വേറെ സെറ്റ് ചെയ്യും. അതല്ല, നമ്മൾ ഇപ്പൊ എത്ര ബ്ലഡ് കൊടുത്തു? ഇപ്പൊ ഞാൻ 118 തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. നിലവിൽ കൊടുത്തു കഴിഞ്ഞു. 40 തവണ പ്ലേറ്റ്ലെറ്റ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞ സംഘടനയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി. ഒരുപാട് ആൾക്കാരിൽ നമ്മുടെ നമ്പറുണ്ട്, അവരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ കൊണ്ട് കഴിയും പോലെ മാക്സിമം ആളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കും. കണ്ടോ, അടുത്ത ഫോൺ വന്നോണ്ടിരിക്കുന്നത്. മുരളി, അൾട്രാസൗണ്ട് കൂടെ ചെയ്തിട്ട് പോയിട്ട് സർജറി ചെയ്യാൻ വേണ്ടി വരാൻ പറഞ്ഞു എന്നാണ് പറയണത്. ശരി ശരി ശരി. ഒരു ദിവസം എത്ര കോള് വരും? അതിന് എണ്ണമില്ല. ഒരു അസുഖം മാറിക്കഴിഞ്ഞ് അവർ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടാവും. തീർച്ചയായും. ഇപ്പോഴും ഡെയിലി കോണ്ടാക്ട് ഉള്ള ആൾക്കാർ എല്ലാം കഴിഞ്ഞു പോയിട്ടും കോണ്ടാക്ട് ഉള്ള 25ഓളം ആൾക്കാര് നമ്മളെ അവരുടെ വീട്ടിൽ സന്തോഷം അവരെ എന്താവശ്യത്തിനും അവര് നമ്മളെ കൂട്ടും. നമ്മളിപ്പോ RCC നടത്തൊരു ഫുഡ് പരിപാടി എന്താ? നമ്മള് അന്നം അമൃതം എന്ന് പറഞ്ഞിട്ട് RCCയിലെ ബൈസ്റ്റാൻഡേഴ്സിന്, അതിനകത്തുള്ള ആളിന് ആഹാരം ആവശ്യമില്ല, അവരാണ് കൊടുക്കുന്നത്. അപ്പം ബൈസ്റ്റാൻഡേഴ്സിന് ആഹാരം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ ഏകദേശം 3 വർഷം കഴിഞ്ഞു നമ്മള്. അപ്പൊ അതിന് നമുക്ക് ഈ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നമ്മള് ഒത്തിരി ആളുകൾക്ക് ഇപ്പൊ ഇത് അറിയാം. അപ്പൊ അവരെ വീട്ടിലെ എന്തെങ്കിലും മരണാനന്തര ചടങ്ങുകളോ അല്ലെങ്കിൽ ബർത്ത്ഡേയോ അല്ലെങ്കിൽ വിവാഹ വാർഷികമോ അതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവരെ സമീപിക്കുക. അപ്പോൾ അവരെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ദുഃഖത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യും. ഒരു 300 ആളിനൊക്കെ ആണ് ഒരു പ്രാവശ്യം ആഹാരം കൊടുക്കുക. പിന്നെ നേരത്തെ ഞാൻ വേറൊരു സംസാരം ചേട്ടാ, ഈ ആക്സിഡന്റുമായി ബന്ധപ്പെട്ടേ ഈ റോഡിൽ നിന്ന് ആൾക്കാരെടുത്ത് ആശുപത്രി എത്തിക്കും. റോഡ് ആക്സിഡന്റ് എനിക്ക് എണ്ണമില്ല ഏകദേശം. പിന്നെ നമ്മളിത് കണ്ടിന്യൂസ് അങ്ങ് ചെയ്യാൻ തുടങ്ങിയപ്പം എണ്ണാൻ തുടങ്ങി. അങ്ങനെ എണ്ണിയത് വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി എണ്ണിയതാണ്. അതൊരു 100-ലധികം വരും. പണ്ടൊക്കെ ആക്സിഡന്റ് കേസ് തൊടാൻ പേടിയായിരുന്നു. ഞാൻ ആകെ ഒരു 100-ലധികം ആക്സിഡന്റ് എടുത്തിട്ട് ഞാൻ ആകെ പോയത് ഒരൊറ്റ ദിവസമാണ് കോടതി പോയത്. അന്ന് കോടതി തന്നെ ഞാൻ ആക്സിഡന്റ് എടുത്തുകൊണ്ടുപോയ ആളാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ അപ്പോഴും തന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇറങ്ങി പൊക്കോളാൻ പറയുക ചെയ്തത്. നെയ്യാറ്റിൻകര. ഇതിപ്പോ എക്സാക്ട് ലൊക്കേഷൻ പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ നെയ്യാറ്റിൻകരയ്ക്ക് 3 കിലോമീറ്റർ മുമ്പായിട്ട് കൂട്ടപ്പനയിൽ നിന്ന് വലത്തോട്ട് കമുകൻകോട് കാഞ്ഞിരംകുളം പോണ റോഡ്, ഊരുട്ടുകാല ഭദ്രകാളി ദേവി ക്ഷേത്രത്തിനടുത്ത്. കൃഷ്ണ അല്ലേ? നമ്മൾ നാടൻ തട്ടുകടാന്നേ ഉള്ളൂ. കൃഷ്ണ എന്ന് പറയുന്നത് നമ്മളെ കേറ്ററിങ്ങും ഈവന്റ് മാനേജ്മെന്റ് മൊത്തത്തിലുണ്ട്. നമ്മളിൽ ഡെക്കറേഷനും കാറ്ററിങ്ങും ഹയർ സർവീസും എല്ലാം കൂടെ ഉള്ളതുണ്ട്. അതിന്റെ പേരാണ് കൃഷ്ണ. ഞായറാഴ്ചയാണ് വന്നതെങ്കിൽ നല്ല ബീഫ് തോരൻ കിട്ടുമായിരുന്നു കേട്ടോ.
ഞായറാഴ്ച 10 ദിവസം മാത്രമേ ബീഫ് തോരൻ ഉള്ളൂ. ഇത് ബ്രോയിലർ കോഴിയുടെ കറിയാണ്, പെരട്ടാണ് സ്പെഷ്യൽ. നല്ല ചൂട് പൊട്ട് നാടൻ കോഴി പെരട്ട് അടുപ്പത്തിൽ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ചൂട് കൂടെ ഇങ്ങനെ കിട്ടുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ നാടൻ കോഴിയുടെ പെരട്ടിൻ്റെ ഗംഭീരം. വീണ്ടും ഫോൺ വന്നോണ്ടേ ഇരിക്കട്ടെ. ഇപ്പോഴും നോക്കാം ആശാൻ ഫോണില്ല. ഈ രക്തദാനം മഹാദാനം എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ. എന്തായാലും ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് നല്ല പെരട്ടും കാര്യം കഴിക്കുക. ഞാൻ പറയട്ടെ, ഞായറാഴ്ച ആയിരിക്കും ബെറ്റർ. ഞായറാഴ്ച ബീഫ് തോരോട് കിട്ടും. പിന്നെ നേരത്തെ സതീശേട്ടൻ പറഞ്ഞല്ലോ, അന്നം അമൃതം എന്നൊരു പദ്ധതി ഭാഗമായി തന്നെ ഭക്ഷണം കൊടുക്കുന്നു RCCയിൽ. നമ്മളെ കൊണ്ട് കിട്ടുന്ന സഹായം കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഞാൻ സതീശൻ നമ്പർ കൊടുക്കാം. ഈ നമ്പറിൽ വിളിച്ചാൽ അപ്പോൾ ഇന്ന ദിവസം ഞങ്ങളൊരു 300 പേർക്ക് ഭക്ഷണം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സഹായിക്കാം. എന്തായാലും ഞാൻ മെല്ലെ കഴിച്ചിട്ട് വിട്ടേക്കും. അങ്ങനെ പോട്ടെ. എന്തായാലും ഇങ്ങനെയുള്ള നല്ല നല്ല മനുഷ്യരെ എടുത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയട്ടെ എന്നാണ് ഇപ്പോൾ ചിന്ത. പിന്നെ നാളെ തൊട്ട് വീണ്ടും കുറേ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം എന്നുള്ളൊരു മനസ്സിന് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മെല്ലെ വിട്ടേക്കും. പോട്ടെ, ബൈ.